നമസ്കാരം, ഞാൻ വിഷ്ണു സതീശൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തെ ഭീതിയിലാഴ്ത്തുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിനുള്ളിൽ കിടന്നുറങ്ങിയ പലരും പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. വേനൽ കടുക്കുമ്പോൾ പാമ്പുകൾ എന്തുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് കയറുന്നത്? കടിയേറ്റാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കേരളത്തിൽ ഇപ്പോൾ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പാമ്പ് ശല്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചിറയൻകീഴിലും തൃശ്ശൂരിലുമായി പാമ്പ് കടിയേറ്റ് കുട്ടികളടക്കം 4 പേർ മരിച്ചത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം, പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ, കടിയേറ്റൽ പാലിക്കേണ്ട പ്രഥമ ശുശ്രൂഷകൾ, ആൻറ്റിവെനം ലഭ്യമായ ഹോസ്പിറ്റലുകൾ എന്നിവയെ പറ്റി സംസാരിക്കാം. കറണ്ട് സിറ്റുവേഷൻ ഇൻ കേരള. ഈ ഏപ്രിൽ മാസം മാത്രം 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ ഒരു വയോധികയും ചിറയൻകീഴിലും തൃശ്ശൂരിലുമായി 8 വയസ്സായ 2 കുട്ടികൾ മരണപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? കടുത്ത ചൂട് കാരണം പാമ്പുകൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പ്രത്യേകിച്ച് ബാത്റൂമുകൾ, കട്ടിലിനിടയിലെ വിടവുകൾ എന്നിവയിലൂടെ ആവാമത്. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുത്താൽ വന്യജീവി ആക്രമണങ്ങളിൽ സംഭവിക്കുന്ന 75% മരണത്തിനും കാരണം പാമ്പ് കടി മൂലമാണ്. കോമൺ വെനോമസ് സ്നേക്സ് ഇൻ കേരള. കേരളത്തിൽ പ്രധാനമായും 4 വിഷപ്പാമ്പുകളാണ് കണ്ടുവരുന്നത്. മൂർഖൻ, കോബ്ര, പേശികളെ ബാധിക്കുന്ന വിഷം, ന്യൂറോടോക്സിക്. രണ്ടാമതായി വെള്ളിക്കെട്ടൻ, ക്രൈറ്റ്. രാത്രിയിൽ സജീവമാകുന്ന ഇവ മിക്കപ്പോഴും കടിക്കുന്നത് അറിയില്ല. ഉടക്കത്തിനിടയിലാണ് മിക്കവാറും പേർക്കും കടിയേൽക്കുന്നത്. മൂന്നാമതായി അണലി, റുസൽസ് വൈപ്പർ. രക്തത്തെ ബാധിക്കുന്ന വിഷം, ഹിമോടോക്സിക്. കടിയേറ്റ ഭാഗത്ത് കടുത്ത വേദനയും നീരും ഉണ്ടാകും. നാലാമതായി ചുരുട്ടമണ്ടൽ, സോ സ്കെയിൽഡ് വൈപ്പർ. അണലി വർഗത്തിൽ തന്നെ പെട്ട ചെറിയ പാമ്പ്. ഹൗ ടു സ്റ്റേ സേഫ്? വി നീഡ് അവയർനെസ്. വീടിനകത്തും പുറത്തും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് പരിസര ശുചിത്വത്തെ പറ്റിയാണ്. വീടിന് ചുറ്റുമുള്ള കാടും ചപ്പുചവറുകളും നീക്കം ചെയ്യുക. പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ യാതൊരു കാരണവശാലും ഒരവസരം നൽകരുത്. മറ്റൊന്ന്, എലി ശല്യം ഒഴിവാക്കുക എന്നതാണ്. പാമ്പുകളുടെ പ്രധാന ഭക്ഷണം എലികളാണ്. എലികൾ വരാത്ത രീതിയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുക. പിന്നെ രാത്രി യാത്ര. രാത്രി പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുക. രാത്രികാലങ്ങളിൽ വാതിലുകളും ജനലുകളും തുറന്നിടാതിരിക്കുക. നെറ്റ് ഘടിപ്പിക്കുന്നതാണ് വളരെ നല്ലത്. ഫസ്റ്റ് എയ്ഡ് ഡൂസ് ആൻഡ് ഡോൺസ്. പാമ്പ് കടിയേറ്റാൽ പലരും ചെയ്യുന്ന തെറ്റുകൾ ജീവന് അപകടമാണ്. ചെയ്യരുതാത്തവ: മുറിവ് കീറാനോ രക്തം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കയറോ തുണിയോ ഉപയോഗിച്ച് മുറുക്കി കെട്ടരുത്. ഇത് രക്തയോട്ടം ആ ഭാഗത്തേക്ക് എത്താതിരിക്കുകയും ആ ഭാഗം പിന്നീട് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തുകയും ചെയ്യും. എടുത്തു പറയേണ്ട ഒരു കാര്യം, പച്ചമരുന്നോ മന്ത്രവാദത്തിലോ പോയി ചാടരുത്. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം മാത്രമാണ്. ചെയ്യേണ്ടവ: ഡൂസ്. രോഗിയെ പരിഭ്രമിപ്പിക്കരുത്. ഹൃദയമിടിപ്പ് കൂടുമ്പോൾ രക്തത്തിൽ വിഷം വേഗത്തിൽ പടരും. കടിയേറ്റ ഭാഗം ഹൃദയത്തിന് താഴെ അനക്കാതെ വയ്ക്കുക. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാതെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് 108 വിളിക്കാവുന്നതാണ്. ആംബുലൻസ് സേവനം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ആൻറ്റിവെനംസ്. ASV, ആൻറ്റി സ്നേക്ക് വെനം. പാമ്പ് കടിയേറ്റാൽ ഏക പരിഹാരം ആൻറ്റിവെനം മാത്രമാണ്. കേരളത്തിലെ 146 സർക്കാർ ഹോസ്പിറ്റലുകളിൽ ആൻറ്റിവെനം ലഭ്യമാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മറ്റൊന്ന്, സർപ്പ ആപ്പ് വഴി പാമ്പിനെ കണ്ടാൽ പിടിക്കാൻ ശ്രമിക്കാതെ വനം വകുപ്പിൻ്റെ അംഗീകൃത റെസ്ക്യൂർമാരെ വിളിക്കുക. മരണം സംഭവിക്കുന്നത് മിക്കവാറും വിഷം കൊണ്ടല്ല, പലപ്പോഴും ചികിത്സ വൈകുന്നത് കൊണ്ടാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയർ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ അടുത്തൊരു മാറ്ററുമായിട്ട് കാണുന്നവരെ, I am Vishnu Sadishan, signing off. Bye.